മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിലെ ഗന്ധർവ സാന്നിധ്യമാണ് വയലാർ രാമവർമ്മ. അരനൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ അദ്ദേഹം തലമുറകളെ അതിജീവിച്ച് മനോഹരമായ ഗാനങ്ങളിലൂടെ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുകയാണ്. ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട സംഗീത പ്രേമികൾ പോലും ഏറ്റുപാടുകയും വീണ്ടും വീണ്ടും കേട്ടാസ്വദിക്കുകയും ചെയ്യുന്ന ആ പാട്ടുകൾ മലയാളിയുടെ സ്വത്വത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ പോലെ തന്നെ നിത്യഹരിതമാണ് വയലാർ കവിതകൾ. ഇന്നും സ്കൂൾ കോളേജ് കലോത്സവ വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്നത് സർഗസംഗീതവും രാവണപുത്രിയും ആത്മാവിൽ നിന്നൊരു ചിതയും പോലെയുള്ള ആ വരികളാണ്. ആ മഹാകവിയുടെ നാമധേയത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി അനന്തപുരിയുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1957 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100ാം വാർഷികം അടയാളപ്പെടുത്തി തിരുവനന്തപുരം പാളയത്ത് രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത വേളയിലാണ് വയലാർ എഴുതി ദേവരാജൻ മാഷ് ചിട്ടപ്പെടുത്തിയ ബലികുടീരങ്ങളെ എന്ന ഗാനം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇന്ന് 67 വർഷങ്ങൾക്കിപ്പുറം ഈ ഗാനം ഓരോ മലയാളിക്കും സമരപുളകങ്ങളുടെയും വിപ്ലവഗാഥകളുടെയും അടയാളമാണ്. ബലികുടീരങ്ങളെ എന്ന ഗാനവുമായി വയലാർ സ്മരണകൾക്ക് മുന്നിൽ ഗാനാഞ്ജലി അർപ്പിക്കാം. ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും ഗണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ
നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കോടി നേടി ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററെ, പ്രമോദ് പയ്യന്നൂർ സാർ, മറ്റ് വിശിഷ്ട അതിഥികൾ, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഭാരവാഹികൾ എന്നിവരെയും വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി എന്ന ഈ മഹനീയ പ്രസ്ഥാനത്തെ ശക്തമായി നയിക്കുന്നത് വേദിയുടെ സ്നേഹം നിറഞ്ഞ സെക്രട്ടറി ശ്രീ മണക്കാര രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ രാജ്മോഹൻ സാറിനെ ഈ വേദിയിലേക്ക് നമ്മുടെ 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണിത്. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ആരാധ്യനായ പ്രസിഡൻ്റ് ശ്രീ രാജ്മോഹൻ സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഈ 17ാമത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറെ ബഹുമാന്യനായ കേരളത്തിൻ്റെ വീരപുരുഷൻ ശ്രീ ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം ഇലക്ഷൻ്റെ ചൂടുകൾക്കിടയിൽ, ചർച്ചകൾക്കിടയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റതിന് അദ്ദേഹത്തോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പ്രമോദ് പയ്യന്നൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയകുമാർ നമ്മുടെ മെമ്പറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് വിജയ് മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുക്കമ്പാല മൂട് രാധാകൃഷ്ണൻ നമ്മുടെ ഇതിൻ്റെ കൺവീനറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വൈസ് പ്രസിഡന്റ് ശ്രീവത്സൻ നമ്പൂതിരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പനിമിഷത്തിനകം നമ്മുടെ കടാമ്പള്ളി സുരേന്ദ്രൻ MLA ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേരാനുള്ള പന്തളംപാലൻ, ശ്രീജിത്ത് IPS അവരുടെ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. അവർക്കെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഈ പരിപാടികളെ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും, ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ ഈ പരിപാടി കാണുവാനെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. നന്ദി, നമസ്കാരം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി എന്ന മനോഹരമായ ഈ കുടുംബത്തിലെ മുതിർന്ന രക്ഷാധികാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ G. രാജ്മോഹൻ സാർ. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിൻ്റെ ജനനായകൻ ശ്രീ MV ഗോവിന്ദൻ മാഷ്, ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ശ്രീ വിജയ മോഹൻ, ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ശ്രീ ശ്രീവത്സൻ നമ്പൂതിരി, പ്രമോദ് പയ്യന്നൂർ തുടങ്ങി വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാവർക്കും, ഇന്നിവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. 17ാമത് വയലാർ സാംസ്കാരിക ഉത്സവമാണ്
നമ്മുടെ ഈ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഇന്ന് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും അവിസ്മരണീയനായ കവി എന്ന് നമുക്ക് പറയാവുന്ന ശ്രീ വയലാർ രാമവർമ്മയെ ഓർമ്മിക്കാൻ ആകെ 2 കാര്യങ്ങളെ ഇന്നിപ്പോൾ നടക്കുന്നുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരിൽ വയലാർ ട്രസ്റ്റിൻ്റെ പുസ്തകത്തിനുള്ള അവാർഡ്, എഴുത്തുകാരനുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സാംസ്കാരിക ഉത്സവം നടത്തുന്നത് ഈ വയലാർ സാംസ്കാരിക വേദി മാത്രമാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വലിയ അധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും പ്രചോദനവും ഒരു ഉത്സാഹവും തരുന്ന ഒരു വലിയ കാര്യമാണ് ഇന്ന് കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ്, അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് തന്നെ ഇന്നിവിടെ സന്നിഹിതനായി ഇന്ന് ഈ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യാനായി വന്നിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രാസംഗികം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തീച്ചുളയിൽ നിന്നാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു പരിപാടിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ പോലും നമ്മുടെ സംഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അദ്ദേഹത്തിൻ്റെ കരുതലും ഒന്ന് മാത്രമാണ് ഇന്ന് ഈ പരിപാടിക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്താനിടയായതും ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കാവുന്ന സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ ഇവിടുത്തെ ഈ സാന്നിധ്യം വളരെ അധികം ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പേരിലുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നിവിടെ ഞങ്ങൾ 3 പേരെ ആദരിക്കുന്നുണ്ട്. ഒന്ന് ശ്രീ പ്രമോദ് പയ്യന്നൂർ എന്ന് പറയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറയത്തില്ല. ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ എന്ന് തന്നെ പറയണം. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ വളരെയധികം ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന, നമ്മുടെ ഭാരത് ഭവനെ ഉത്തരോത്തരം ഉന്നതിയിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ടാഗോർ ഇൻ ഗ്ലോബൽ തിയേറ്റർ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു വലിയ ഒരു നേട്ടത്തിൽ അഭിനന്ദിക്കാനായിട്ടും അദ്ദേഹത്തിന് സമ്മാനം ആദരം കൊടുക്കുന്നതിനായിട്ടും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാനിവിടെ പ്രത്യേകം അനുസ്മരിക്കുന്നു. കൂടാതെ 2 പേരിവിടെ വരാനുണ്ട്. അവർ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് ശ്രീ രാമേന്ദ്രൻജി പറഞ്ഞതുപോലെ. ഒന്ന് ശ്രീ പന്തളം ബാലൻ. നമുക്കെല്ലാം അറിയാം, കേരളത്തിലെ ഏറ്റവും നല്ല ഗായകന്മാരൊരാളാണ് ശ്രീ പന്തളം ബാലൻ. അദ്ദേഹത്തിന് കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് കിട്ടിയതിൽ അഭിനന്ദിക്കുന്നതിനായിട്ട് ഞങ്ങളിവിടെ ആദരിക്കുന്നുണ്ട്. കൂടാതെ ഒരു നല്ല IPS ഓഫീസറാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. വളരെ നന്നായിട്ട് പാടുന്ന ഒരു മനോഹരമായിട്ട് പാടുന്ന ഒരു ഗായകൻ കൂടിയാണ് സിസീജൻ. അദ്ദേഹത്തിന് ഒരു സംഗീത പുരസ്കാരം നൽകി ഞങ്ങളിവിടെ ആദരിക്കുന്നുണ്ട്. ഈ 2 പേരെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇത് ഇനിയുള്ളത് ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഗോവിന്ദൻ മാഷിൻ്റെ ഒരു നല്ല പ്രസംഗം കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ്റെ ധൃതിയുണ്ടെന്നറിയാം, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പ്രസംഗം ചെയ്ത് തന്നിട്ട് പോകണമെന്നുള്ള വിനീതമായ അപേക്ഷയോട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 17ാമത് സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മാർഗദർശിയുമായ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഭദ്രദീപം തെളിയിച്ച് ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
വയലാർ അനുസ്മരണ പ്രഭാഷണത്തിനായി പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളും. ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജി രാജ്മോഹൻ, വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്ന ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ വിൽസൺ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന്യരെ, ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവം തുടർച്ചയായി 17ാമത്തെ പരിപാടി എന്ന നിലയിലാണ് ഈ സാംസ്കാരികോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഇന്നത്തെ ദിവസത്തെ സാംസ്കാരിക ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക. ഞാൻ ഈ 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവം എന്ന് കണ്ടപ്പോൾ വയലാർ മരിച്ചിട്ട് അടുത്ത വർഷമാകുമ്പോഴേക്ക് 50 വർഷമാകുമ്പോഴാണ്, അരനൂറ്റാണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ 1975 ഒക്ടോബറിലാണ് വയലാർ രാമവർമ്മ നമ്മെ വിട്ടുപിരിയുന്നത്. സാമാന്യ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഒരു ഹ്രസ്വ ജീവിതം മാത്രമേ കേരളത്തിലെ മനുഷ്യൻ്റെ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ആയിട്ടുള്ളൂ. അരനൂറ്റാണ്ട് കഷ്ടിയായിട്ട് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ വയലാർ രാമവർമ്മ എന്ന പ്രതിഭാശാലിയായ സാഹിത്യകാരൻ ഇന്നും എന്നും കേരളത്തിൻ്റെ ആവേശമായി ജ്വലിക്കുന്ന തീപ്പന്തമായി നമ്മുടെ മുമ്പിൽ എരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 80-85 വയസ്സാണ് സാധാരണ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ അതിലേക്കൊന്നും എത്താനാവാതെ അകാലത്തിലാണ് വയലാർ രാമവർമ്മ നമ്മെ വിട്ടുപിരിഞ്ഞത്. വളരെയേറെ ശ്രദ്ധേയമായ ഒരു കുടുംബത്തിൽ
പഴയകാല ഫ്യൂഡൽ ജീർണതയുടെ ഘട്ടത്തിലുള്ള ഉയർന്ന ജാതി ശ്രേണിയിൽ ജനിച്ച് കുട്ടിയായിരിക്കുന്ന ഘട്ടത്തിൽ അച്ഛൻ മരിക്കുകയും ഒറ്റക്ക് അമ്മയോടൊപ്പം ജീവിച്ച് വളരുകയും ചെയ്ത വളരെ പ്രയാസകരമായ ഒരന്തരീക്ഷത്തിലാണ് വയലാർ രാമവർമ്മ യഥാർത്ഥത്തിൽ ജീവിച്ചത്. വയലാർ രാമവർമ്മയെ സംബന്ധിച്ച് എല്ലാവരും പറയുമ്പോൾ അദ്ദേഹത്തിലെ കവിയെയാണ് നമ്മൾ അറിയുക. ആ കവി തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ കവിതാ രചന സിനിമാ ഗാനങ്ങളാക്കി രൂപപ്പെടുത്തിയ പ്രത്യേകതയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കൃതികളെ പരിശോധിച്ചാൽ നിരവധി കവിതാ സമാഹാരങ്ങൾ, പ്രധാനമായും 8 കവിതാ സമാഹാരങ്ങളാണ് 3000-ലേറെ ഗാനങ്ങളോട് ചേർന്ന് വയലാർ നമുക്ക് നൽകിയിട്ടുള്ളത്. കവിതയും സിനിമാ ഗാനങ്ങളുമാണ് വയലാർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സമ്മാനം. എന്നാൽ വയലാർ എഴുതിയ ചെറുകഥകൾ വളരെ പ്രശസ്തമാണ് എന്ന് നമുക്ക് അറിയാം. 12 ചെറുകഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം യാത്രാ വിവരണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു സാഹിത്യകാരൻ്റെ ഡയറി എന്ന രീതിയിലുള്ള രചനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ കഥകളെ സംബന്ധിച്ചും അതിൻ്റെ ഒന്നാമത്തെ പതിപ്പിൽ തന്നെ മുഖരോരിയിൽ അദ്ദേഹം എഴുതിയത് ഞാനൊരു കഥാരചനക്കാരനല്ല എന്നാണ്. കഥകൾ എഴുതുന്ന ചെറുകഥാകൃത്തുക്കളെപ്പോലെ ആ കഥയിൽ അഭിരമിച്ച് മുന്നോട്ടേക്ക് പോകുന്ന, അതിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒന്നല്ല എൻ്റെ ശൈലി. എനിക്ക് യോജിച്ചത് ഗദ്യഭാഷയിലുള്ള രചനക്കപ്പുറത്ത് അത് ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നാൽ തന്നെ ഞാനത് പദ്യത്തിലാവണമെന്നാണ്, കവിതാപരമാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കഥയുടെ പേര് തന്നെ സ്റ്റാലിൻ്റെ പടം എന്നതാണ്. ഞാനിത് പറയുന്നത് കവിയായ
ഗാനരചയിതാവായ വയലാറിനെ പറ്റി നമുക്കെല്ലാം അറിയുമ്പോഴും നമുക്കറിയാത്ത ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്തായും യാത്രാ വിവരണങ്ങളുടെ മനോഹരമായ ഒരു പുസ്തകം തന്നെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറി അതും ശ്രദ്ധേയമായ ഒരു പുസ്തകം തന്നെയാണ്. ആ പുരുഷായുസ് മുഴുവൻ ഫലപ്രദമായിട്ട് രൂപപ്പെടുത്തി ഉപയോഗിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ കാവ്യ ഗാന രചനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ദശാബ്ദങ്ങളായി ശിരസ്സുകളിലേക്ക് ആവേശം ജ്വലിപ്പിക്കുന്ന, ഇവിടെ ഇപ്പോൾ പാടി അവതരിപ്പിച്ചതുപോലെയുള്ള ബലികുടീരങ്ങളെ, അതിൻ്റെ സ്മരണ, ആ ബലികുടീരങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം അവതരിപ്പിക്കുന്നുണ്ട്. അതിന് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ലയം അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് വയലാറിൻ്റെ എല്ലാ കവിതകളുടെയും എല്ലാ ഗാനങ്ങളുടെയും പ്രത്യേകത. വളരെ വ്യക്തതയോടുകൂടി പരിശോധിച്ചാൽ കവി എന്ന കാവ്യരചനയിലെ അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന ഗാനരചനയിലേക്ക്, പ്രത്യേകിച്ച് സിനിമാ തലത്തിലേക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊരു ഉത്കണ്ഠ പലപ്പോഴും വയലാറിനെ പറ്റി പറയുമ്പോഴും സ്മരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ONV ആണ് അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തത്. കവിത അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നില്ല, ഗാനങ്ങളെ കവിത്വത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ്, കവിയാണ്. ഗാനരചനയുടെ അലവും പിടിയും മാറ്റിയ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കവിയാണ് വയലാർ രാമവർമ്മ എന്ന് ഞാനല്ല പറഞ്ഞത്, ONV കുറുപ്പാണ്. വളരെ ശ്രദ്ധേയമായിരുന്നു ആ നിഗമനം. അദ്ദേഹം എഴുതിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആയിരക്കണക്കിന് ഗാനങ്ങളിൽ കാവ്യാടിസ്ഥാനത്തിലുള്ള കാവ്യധരണികളെ മാത്രമല്ല, ഈ ഗാനങ്ങളിൽ കവിത്വം തുളുമ്പുന്ന നിരവധിയായ ഗാനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായും അദ്ദേഹം 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. ഒന്ന്, നമുക്കെല്ലാം അറിയുന്നത് പോലെ പരമ്പരാഗതമായ ജീവിത രീതിയിൽ നിന്ന് സ്വാംശീകരിച്ച സാംസ്കാരിക കാവ്യ ദാർശനികമായ കാഴ്ചപ്പാടുകൾ, അതുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, അത് വളരെ ചെറുതായിരിക്കുമ്പോഴുള്ള ആദ്യ ഘട്ടമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ അദ്ദേഹം സ്വാംശീകരിച്ച അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉറച്ച പക്ഷപാതിപരമായ നിലപാടും മാനവീയതയും
മാർക്സിസ്റ്റ് ദാർശനികതയുമാണ്. ഈ രണ്ടിൻ്റെയും സമന്വയിക്കപ്പെട്ട മൂന്നാമത്തെ ഭാഗം നമുക്കെല്ലാം അറിയുന്നതുപോലെ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രാവബോധത്തോടെ ഉറച്ച അടിസ്ഥാനപരമായ സമീപനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടുകളിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ഇത് മൂന്നും ചേർന്നപ്പോഴാണ് വയലാർ രാമവർമ്മ എന്ന പ്രതിഭാധനനായ അനശ്വരനായ, നമുക്ക് താരതമ്യം ചെയ്യാൻ ഇനിയൊരു നൂറ്റാണ്ട് കൊണ്ട് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പറയാൻ പോലും സാധിക്കാത്ത വയലാർ നമ്മുടെ മുമ്പിലുണ്ടായത്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമകരമായ ജോലി നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ യാത്രാ വിവരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹം ഡൽഹി കണ്ടു. അവിടെ വളരെ പ്രധാനപ്പെട്ട ചില സ്മാരകങ്ങൾ കണ്ടു. അതേപോലെ തന്നെ റെഡ് ഫോർട്ട് കണ്ടു. ഇതെല്ലാം ഒരുപാട് ആളുകൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്, പലരും എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ വയലാർ പോയപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൃത്യമായിട്ട് കുറിച്ചു വെച്ചപ്പോൾ ചരിത്രത്തെയും സാമൂഹ്യ വികാസത്തിൻ്റെ പ്രത്യേകതകളെയും അദ്ദേഹം ഇതിലൂടെ നോക്കിക്കാണുകയും ഓരോന്നിനെ പറ്റിയും അങ്ങനെയാണ് എഴുതിയത്. പക്ഷെ അന്ന് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് നിങ്ങൾ കാണുന്നു. ഈ പുസ്തകരചന കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോഴെത്രയോ വർഷമായി. ആ കാലത്ത് അദ്ദേഹം നിരവധിയായ അടയാളപ്പെടുത്തലുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പുസ്തകത്തിൽ നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ചില സ്മാരകങ്ങൾ, കുത്തബ് പോലെയുള്ള ചില സ്മാരകങ്ങൾ ഗതാരൂപത്തിലാണ് അന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തെപ്പറ്റി അദ്ദേഹം അതിൽ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. ഒരു ഡ്രൈവറുമായിട്ടുള്ള സംഭാഷണത്തിലാണ് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കുന്നത്. അത് മിത്തായി അവതരിപ്പിച്ച് ആ ചരിത്രത്തിൻ്റെ സ്മാരകത്തെ മറക്കാനുള്ള വർഗീയമായ നിലപാടുകളെ അദ്ദേഹം ഇതിൽ ശക്തിയായിട്ട് വിമർശിക്കുന്നുണ്ട്. അങ്ങനെ വിമർശിക്കാനുള്ള ഒരു മനസ്സ് അന്നു മുതലേ അദ്ദേഹത്തിനുണ്ട്. ഈ ഡയറി ഞാനിവിടെ ഇപ്പോഴിതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ഈ രണ്ട് പുസ്തകവും വായിച്ചത്. ഒരു കവിയുടെ ഡയറി എന്നാണ് അതിൻ്റെ പേര്. ആ ഡയറിയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് സായിബാബയുടെ അത്ഭുത പ്രതിഭാസത്തിൻ്റെ വിവരണത്തോടു കൂടിയാണ്. ഞാനിത് വായിച്ചു വന്നപ്പോൾ എനിക്കാദ്യം തോന്നി വയലാർ രാമവർമ്മ ഒരു സായിബാബ ഭക്തനാണോ എന്ന്. അവസാനം അതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ഏറ്റവും പ്രമുഖരായ ജാലവിദ്യക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഈ സായിബാബയെ ഏറ്റവും ശക്തനായ ഒരു കൺകെട്ട് വിദ്യക്കാരനാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഈ ഡയറിയിൽ ചെയ്യുന്നത്. അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളോട്
നേരത്തെ ഇന്ത്യയുടെ സ്മാരകമായിട്ട് നിൽക്കുന്ന പലതിനെയും എങ്ങനെയാണോ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച അതേ വയലാർ അതിശക്തിയായി അന്ധവിശ്വാസ ജടിലമായ തെറ്റായ ശാസ്ത്രീയമല്ലാത്ത എല്ലാറ്റിനെയും ഒരേപോലെ വിമർശിക്കുകയും, അതുമാത്രമല്ല ആ പുസ്തകം വായിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയനായ നിരൂപകൻ കുട്ടിക്കൃഷ്ണമാരൻ, അദ്ദേഹം ഒരു സായിബാബ ഭക്തനായി മാറിയതിനെപ്പറ്റി പരമദയനീയമായ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഈ വയലാർ രാമവർമ്മയുടെ പുസ്തകത്തിൽ അതിൻ്റെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട അവസാന ഭാഗം അവതരിപ്പിക്കുക. വിട്ടുവീഴ്ചയില്ലാത്ത ഫലപ്രദമായ ഇടപെടലാണ്. അന്നത്തെ പരിസ്ഥിതിയിൽ ഇത്തരം തെറ്റായ നിലപാടുകളെയും അത്തരം തെറ്റായ നിലപാടുകൾ പിൻപറ്റുന്നവരെയും അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന, അതൊരു മറച്ചുകെട്ടുമില്ലാതെ വിശദീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് വയലാർ രാമവർമ്മ സ്വീകരിച്ചത്. കാവ്യാത്മകമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് ചരിത്രത്തിൻ്റെ, പാരിസ്ഥിതിയുടെ, നമ്മളന്ന് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും എത്രത്തോളം കൈകാര്യം ചെയ്യുന്ന കാലമല്ല. പക്ഷെ അപ്പോഴുപോലും അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ, ഗാനരചന ഉൾപ്പെടെ പരിശോധിച്ചാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ, നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇവിടെ പാടിയ ഉജ്ജ്വലമായിട്ടുള്ള കവിതയുണ്ടല്ലോ, ആ കവിതയിൽ തന്നെ പ്രകൃതിയെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വത നിരകളെയും കടലിനെയും പുഴയെയും ഇതെല്ലാം പറയാത്ത കവിതകളില്ല അദ്ദേഹത്തിൻ്റെ കവിതാരൂപത്തിൽ. പ്രകൃതിയെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുക, ദൈവീകമായ സത്തയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളോടുള്ള മൂർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമാ ഗാനങ്ങളിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം ഹിന്ദുവല്ല, മുസ്ലിമല്ല എന്നൊക്കെയുള്ള ആ ഗാനങ്ങളുണ്ടല്ലോ, അതൊക്കെ എത്ര അർത്ഥവത്തായ രീതിയിലാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയെയും ചലനത്തെയും വയലാർ നന്നായിട്ട് അവതരിപ്പിച്ചു. ചലനം ചലനം എന്ന ഒരു ഗാനമുണ്ട്. മനുഷ്യ സമൂഹത്തിൽ, പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് അനസ്യൂതമായ മാറ്റമാണ്, ചലനമാണ് എന്ന ശാസ്ത്രീയ ദാർശനികതയിൽ നിന്നുകൊണ്ട് എഴുതിയ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ചലനം ചലനമെന്ന ആ ഗാനം. അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, കവിതയെ സംബന്ധിച്ചുള്ള പഴയകാല സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റി തീർക്കുന്ന, ചെമ്മീനിലെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗാനങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഇഴകിച്ചേർന്ന ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കാനാകും. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് വയലാർ എടുത്ത നിലപാടുകളെയും സമീപനങ്ങളെയും സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുമ്പോൾ വയലാറിൻ്റെ കാവ്യഭാവനയുടെയും സംഗീത സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന അർത്ഥതലങ്ങളും വളരെ ഗൗരവപൂർവം ഇനിയും പതിറ്റാണ്ടുകൾ ഈ കേരളം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനുഷ്യ നന്മയിലൂന്നിയതാണ് വയലാറിൻ്റെ എല്ലാ ഗാനങ്ങളും. മനുഷ്യ നന്മയാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഊന്നുന്നത് അതിലേറ്റവും പിന്നണിയിൽ നിൽക്കുന്ന മനുഷ്യരെയാണ്, ആ പാവപ്പെട്ട മനുഷ്യരെയാണ്. ആ പാവപ്പെട്ട മനുഷ്യരുമായുള്ള വയലാറിൻ്റെ ഒരു ആത്മബന്ധം
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാതി ശ്രേണിയിലെ ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്ന ആ മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിതം തൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് ഒറ്റക്ക് അങ്ങനെയാണ് ജീവിച്ചു തീർത്തത് എന്നതിനെ സംബന്ധിച്ച് അമ്മക്ക് അസുഖം വന്ന് മദ്രാസിൽ നിന്ന് വന്ന് അമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യം ഇതിലെഴുതിയിട്ടുണ്ട് ഈ ഡയറിയിൽ. അതൊക്കെ നമുക്ക് വേദനയോടുകൂടി മാത്രമേ വായിക്കാൻ തന്നെ സാധിക്കുന്നു. ഇതാണ് മനുഷ്യനോടുള്ള, മനുഷ്യൻ്റെ വിവിധ തലങ്ങളിലുള്ള ഭാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു, ചെറിയ കുട്ടിയായിരിക്കും. പിന്നീട് മരുമക്കത്തായ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുടുംബജീവിതമാണ്. ആ ജീവിതത്തിൽ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന പോലെ നിറസാന്നിധ്യമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ KPC ഉൾപ്പെടെയുള്ള നാടകങ്ങളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. എത്ര ഉജ്ജ്വലങ്ങളായ കവിതാ ഗാനങ്ങളാണ്, ഞാൻ അങ്ങനെയാണ് അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗാനം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗാനമെന്നല്ല, കവിതാ ഗാനങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ നെഞ്ചേറ്റിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നതിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുൾപ്പെടെയുള്ള KPCയുടെ നാടകങ്ങൾ, ആ നാടകത്തിൽ ഇവരുടെ എല്ലാ ONVയുടെയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള വയലാറിൻ്റെയും എല്ലാം സംഭാവന, ദേവരാജൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ പശ്ചാത്തലം എല്ലാം ചേർന്നുകൊണ്ട് ഈ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ ഉഴുതുമറിക്കാനുള്ള ഒരു വിപ്ലവ മനസ്സ് രൂപപ്പെടുത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിൽ, കവിതകളിൽ ഒന്നാണ് വയലാറിൻ്റെ കൂടി സംഭാവന. അത് ചിട്ടപ്പെടുത്തിയതിൻ്റെ എല്ലാം ഭാഗമായും അത് നാടകത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴുള്ള അതിൻ്റെ ഉൾച്ചേർന്ന് നിൽക്കുന്ന കഴിവും ശേഷിയുമെല്ലാം പ്രാധാന്യം തന്നെ. പക്ഷേ അപ്പോഴും നമുക്ക് വയലാറിനെ പ്രത്യേകമായിട്ട് സ്മരിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നല്ലതുപോലെ ഇഴുകിച്ചേർന്ന് വളരെ ഹ്രസ്വമായ ഒരു ജീവിതമാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ ഹ്രസ്വമായ ജീവിതകാലം കൊണ്ട് എല്ലാ തരത്തിലുള്ള അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളെ ഈ കേരളം എന്നും ഓർക്കുന്നുണ്ട്, എന്നും ഓർക്കുക തന്നെ ചെയ്യും. സിനിമയായാലും അതിനു മുമ്പ് നാടകമായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശരിയായ നിലപാടുകളിൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള നിരവധിയായ ഗാനങ്ങൾ, കവിതകൾ, അത് ഈ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവയാണ്. സാമൂഹിക ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു. അത് സിനിമയിൽ കൂടി വന്നപ്പോൾ സാധാരണ കവിത വായിക്കാത്ത ആളുകൾ, കവിത കേൾക്കാത്ത ആളുകൾ ഗാനങ്ങൾ കാണുക, ഗാനങ്ങൾ കേൾക്കുക, സിനിമയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിന് അതിവിപുലമായ ഒരു ജനകീയ ശൃംഖലയിലേക്ക് കടക്കാനുള്ള ശേഷി ഉണ്ടായിട്ടുണ്ട്. കവിതകൾ സാധാരണ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ അപൂർവം കവിതകളാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ കേട്ട കവിതകൾ അല്ലേ. വളരെ പ്രധാനപ്പെട്ട ചില കവികൾ, ONVയെ പോലുള്ള ആളുകളൊക്കെ കവിത ക്യാമ്പസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ അദ്ദേഹം തന്നെ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ആവേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിക്കുന്നവരും ഇതിനു മുമ്പ് മരിച്ചുപോയവരുമായി നമുക്കെല്ലാം അറിയാം. കടമ്മനട്ട അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം ആലപിച്ച് ജനങ്ങൾ ആവേശത്തോടുകൂടി ആ കവിതയെ സ്വീകരിച്ചിട്ടുണ്ട്. മുരുകൻ കാട്ടാക്കട ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹമോ അദ്ദേഹത്തെ പോലുള്ളവരോ കൂട്ടായി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ആളുകളെങ്കിലും
ആ കവിതയെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ടാപ്പിൻ്റെ എല്ലാം ഭാഗമായി മനസ്സിലാക്കുകയും ചെയ്തത്. എന്നാൽ വയലാറിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം എന്താ? അദ്ദേഹത്തിൻ്റെ ഗാന കവിതകളാകെ കേരളവും ലോകത്തെമ്പാടുമുള്ള മലയാളിയും കേട്ട് ആസ്വദിക്കുക മാത്രമല്ല, കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉൾക്കാമ്പിൽ നിൽക്കാനുള്ള ശേഷി അവർ നേടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. വയലാറിൻ്റെ പ്രത്യേകതയിൽ ഒന്നതാണ്. മറ്റു പലർക്കും ആ തലത്തിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ അതിൻ്റെ എല്ലാം ലാഞ്ചനകൾ നമ്മൾ മറ്റ് കവികളും ഗാനരചയിതാക്കളിൽ നിന്നും കാണാനിടയാണ്. ഞാൻ ഒന്നും എല്ലാം അടച്ചില്ല എന്ന് പറയില്ല. ചില ലാഞ്ചനകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരിച്ച ഒരു ഭാവവും രൂപവും വയലാറിനെ പോലെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, പ്രത്യേകിച്ച് സിനിമാ ലോകത്തുൾപ്പെടെ മറ്റ് അധികം ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ONV ഉൾപ്പെടെയുള്ളവരെ എല്ലാം മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ദാമോദരൻ നമ്പൂതിരിയെ പോലുള്ളവരൊന്നും പിന്തള്ളിയിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അവരെല്ലാം മുമ്പിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയായ, സംഗീതജ്ഞനായ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാനരചയിതാവായ ഒരാളെപ്പറ്റിയാണ് നമ്മളിന്ന് സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ 17ാമത്തെ പരിപാടിയാണ് ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ വയലാർ സാഹിത്യോത്സവത്തിന്, സംഗീതോത്സവത്തിന്, അല്ലെങ്കിൽ ഈ പരിപാടിക്ക്, സാംസ്കാരികോത്സവത്തിന് 17 വർഷമായി. എനിക്കിതിൻ്റെ സംഘാടകരോട് പറയാനുള്ളത്, വരാൻ പോകുന്ന വർഷം 50ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 1975-ലാണ്. അത് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉടനെ ഓടിക്കയറിയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ 1975 ജൂൺ 26-ന്, അത് കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്. അതുപോലൊന്നുമല്ല, അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളെപ്പറ്റി അദ്ദേഹത്തിന് എഴുതുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ലോകോത്തരമായിട്ടുള്ള ഒരു കവിത അതിൻ്റെ ഭാഗമായിട്ട് രചിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 75 ജൂൺ 26 കഴിഞ്ഞ് വളരെ ചുരുക്കം മാസം മാത്രമേ വയലാർ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ആ ഒരു പരിമിതിയാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന് അവസാന ഘട്ടമാകുമ്പോഴേക്ക് അസുഖമാവുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നുമല്ല കടക്കുന്നത്. ഈ കേരളം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ, കവിയായ, എഴുത്തുകാരനായ, സാംസ്കാരിക പ്രവർത്തകനായ, കേരളത്തെ ഇളക്കി മറിക്കാൻ സാധിക്കുന്ന സാമൂഹ്യ പരിവർത്തന ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം ചാലകശക്തിയായി പ്രവർത്തിക്കാൻ ശേഷിയുണ്ടായ ഒരു കവിയെ, ഒരു സാംസ്കാരിക നേതൃത്വത്തെ നമ്മൾ ഇന്ന് സ്മരിക്കുന്നു. 17ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ സ്മരിക്കുന്നത്. അത് 50ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കാലം നീണ്ടു നിൽക്കുന്ന, ഇതൊരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണെങ്കിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി. ഇതിൻ്റെ ഓരോ വശങ്ങളെ സംബന്ധിച്ചുമുള്ള വളരെ ഗഹനമായൊരു പഠനം, വളരെ വ്യക്തമായൊരു പരിശോധന. അങ്ങനെ വയലാറിനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ ഈ മലയാളിയായതുകൊണ്ട്, മലയാളമായതുകൊണ്ട് ലോകം മുഴുവൻ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്നൊന്നും ധരിക്കേണ്ടിയില്ല. അത് നമ്മുടെ പരിമിതിയാണ്. നമ്മുടെ പരിമിതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഈ കാവ്യം, ഈ കവിത, ഈ ഗാനം കുറേയും കൂടി ഭാഷ മാറ്റി എഴുതാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് ലോകോത്തരമാകുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോഴ് വയലാറിന് മാത്രമല്ല, നോവലുകൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിപ്പോൾ MT വാസുദേവൻ നായർ, സേതു, അതുപോലെ പെരുമ്പടവൻ ശ്രീധരൻ തുടങ്ങി നമ്മുടെ എല്ലാം മുമ്പിൽ വളരെ വളരെ പ്രശസ്തമായിട്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ അത്ര പറയുന്നില്ല മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം എഴുതുന്ന നോവലുകൾ, ക്ലാസിക്കലുകൾ ലോകോത്തരമാണ്. പക്ഷേ ഈ മലയാള ഭാഷയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അതധികം പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമുക്കിതെല്ലാം വളരെ ഗൗരവപൂർണമായ ഒരു പരിശോധനയിലൂടെ, പഠനത്തിലൂടെ, വയലാറിൻ്റെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ സാംസ്കാരികോത്സവം നടത്തുക മാത്രമല്ല, വരും തലമുറക്ക് വയലാറിനെ പറ്റി പഠിക്കാൻ, വയലാറിൻ്റെ ഗദ്യ ജീവിതത്തെയും കവിതാ ജീവിതത്തെയും
യാത്രാ വിവരണങ്ങളെയും എല്ലാം പറ്റി പഠിക്കാൻ സാധിക്കുന്ന വളരെ ഗൗരവപൂർണമായ പുസ്തകങ്ങൾ വേണം. പ്രമോദിനൊക്കെ അത് സാധിക്കുന്നതാണ്. ഒരു ഗവേഷണം കൂടി നടത്താവണമെങ്കിൽ ഒരു ഡോക്ടറും കൂടി ആവാം. ഇപ്പോൾ ഒരു ഡോക്ടറേ ആയിട്ടുള്ളൂ. ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ വീടുറ്റ വരും തലമുറയുടെ, ഭാവി തലമുറയുടെ ഏറ്റവും വിജ്ഞാനദാഹം പരിഹരിക്കാനാവുന്ന രീതിയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനാവും. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കാനാവണം. ഈ 50ാമത്തെ വർഷം തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു സർ. വയലാർ സാംസ്കാരികോത്സവം 2024 കലാപരിപാടികളുടെ ഉദ്ഘാടനമാണ് അടുത്തതായി വേദിയിൽ. ഇടയ്ക്ക് കൊട്ടിക്കൊണ്ട് കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് കൈമാറുവാനായി പ്രശസ്ത നർത്തകി ശ്രീമതി സിത്താര ബാലകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. വയലാർ സാംസ്കാരികോത്സവം 2024 കലാപരിപാടികളുടെ ഉദ്ഘാടനമിത. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള കലാകാരന്മാരെ, കലാസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനേറെ സമയമെടുക്കില്ല. 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഭാഗമായി വരുന്ന 6 ദിവസക്കാലം ഇവിടെ നടക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ നമുക്ക് ലഭിക്കാവുന്ന മെച്ചപ്പെട്ട കലാകാരന്മാരെ എല്ലാം അണിനിരത്തി നടത്തുന്നതായിട്ടുള്ള കലാസന്ധ്യകൾ അത് വളരെ വിജയകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആശംസിച്ച് ഈ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചതായി വിനയപുരസരം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. പുരസ്കാരദാന ചടങ്ങിലേക്കാണ് നാം കടക്കുന്നത്. വയലാർ കർമ്മരത്ന പുരസ്കാരം ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. സിനിമ, സാഹിത്യം, നാടകം, ദൃശ്യമാധ്യമം, ഗവേഷണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ തൻ്റെ പഠനകാലം മുതൽ തന്നെ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ എന്ന മേഖലയിൽ നിരവധി ആവിഷ്കാരങ്ങൾ നടത്തുകയും അതുവഴി ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്ത കലാകാരനാണ്. ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ ആരാധിക്കുന്നത് ബഷീറിൻ്റെ വിഖ്യാതമായ ബാല്യകാല സഖി എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെയാണ്. കൂടാതെ നിരവധി ടെലിഫിലിമുകളും ഡോക്യുമെൻ്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തു. കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വഗുരു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഗിന്നസ് ലോക റെക്കോർഡിലും ഇടം നേടി. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ കേരളയുടെ മെമ്പർ സെക്രട്ടറിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന് സാംസ്കാരിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മുൻനിർത്തി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഈ വർഷത്തെ വയലാർ കർമ്മരത്ന പുരസ്കാരം സമർപ്പിക്കുന്നു. വയലാർ സംഗീത പുരസ്കാരം ശ്രീ എസ് ശ്രീജിത്ത് IPS. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നത് പറഞ്ഞു പഴകിയ പ്രയോഗമാണ്. പക്ഷേ കർക്കശക്കാരനായ നിയമപാലകൻ ഒരു സംഗീതജ്ഞൻ കൂടിയാണെന്ന് അറിയുമ്പോൾ ഒരു വലിയ കൗതുകം തന്നെയാണ്. ഇവിടെ ആ നിയമപാലകൻ IPS ഉദ്യോഗസ്ഥനാണ്. ഇന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആണ്, പ്രഭാഷകനാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, സമൂഹ ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരപരിവേഷമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ എസ് ശ്രീജിത്ത് IPS. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും സംഗീതവേദികളിൽ നിറസാന്നിധ്യമായ ശ്രീജിത്ത് സാറിന് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി വയലാർ സംഗീത പുരസ്കാരം നൽകി ആദരിക്കും. ശ്രീ പന്തളം ബാലൻ
പ്രശസ്ത പിന്നണി ഗായകൻ, ഏതൊരു വേദിയുടെയും ജീവനായി തീരുന്ന ശബ്ദഗാംഭീര്യത്തിന്റെ ഉടമ. പിന്നണി ഗാനരംഗത്തോടൊപ്പം ഏകദേശം 10,000-ലധികം സംഗീത വേദികളും കച്ചേരികളും അദ്ദേഹം ഇതിനോടകം അവതരിപ്പിച്ചിട്ടുണ്ട്. 24 ചലച്ചിത്രങ്ങളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു. അനന്തപുരിയുടെ അഭിമാനം, പ്രിയ ഗായകൻ പന്തളം ബാലൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ലളിതഗാന വിഭാഗത്തിൽ ഏറ്റവും മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ച ശ്രീ പന്തളം ബാലന് സംഗീത രംഗത്തെ സംഭാവനകൾ വയലാർ രാമവർമ്മ സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. മറുപടിക്കായി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വയലാർ എന്ന അഗ്നിനക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. വയലാറിൻ്റെ നാമധേയത്തിലാണ് ഈ സാംസ്കാരികോത്സവം നിറവേറ്റപ്പെടുന്നത്. വളരെ മനോഹരമായി വയലാർ എന്ന സർഗപ്രതിഭയെ ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ വരച്ചിട്ടു. വയലാർ രാമവർമ്മ നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മായില്ല. അത്രത്തോളം ആഴത്തിലുള്ള കവിതകളും ഗാനങ്ങളുമാണ് വയലാർ മലയാളത്തിനായി കരുതി വെച്ച് കടന്നുപോയത്. വയലാറിൻ്റെ ഓരോ പാട്ടുകളും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ ഇനി ഇവിടെ പാടിക്കേൾക്കാനുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. സിതാര ബാലകൃഷ്ണൻ കവിതകൾ കൂർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള നൃത്തം ആവിഷ്കരിക്കുവാനുണ്ട്. കലാ ആസ്വാദനത്തിന് വേണ്ടിയിരിക്കുന്നവരുടെ മുന്നിൽ ദീർഘമായി സംസാരിക്കുന്നില്ല. വയലാറിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുക തന്നെ വേണം. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തെളിമയാർന്ന പ്രത്യയശാസ്ത്ര ബോധങ്ങൾ. എനിക്ക് വയലാർ സാംസ്കാരിക വേദിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വരും വർഷം വയലാറിൻ്റെ 50ാം ഓർമ്മ വർഷമാണ്. ഈ ഓർമ്മ വർഷത്തിൽ ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിമല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം, ആ ഗാനം ഒരു 1000 പേരെ വെച്ചുകൊണ്ട് കോറലായിട്ട് പാടി അവതരിപ്പിക്കുന്ന ഒരു ശ്രമം വയലാർ സാംസ്കാരിക വേദി മുന്നോട്ട് വെക്കണം. ഈ വർത്തമാനകാലത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാവുന്നത് ഇത്തരം സാംസ്കാരികതയുടെ തെളിച്ചങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം വഴിവെളിച്ചങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വയലാർ സാംസ്കാരിക വേദിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഈ ബാല്യകാല സഖിക്ക് ശേഷം ഞാൻ ചെയ്യണമെന്ന് കരുതി വെച്ച ചലച്ചിത്രം വയലാറിൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പല കാര്യങ്ങൾ വായിച്ചും തിരക്കഥ ഒരുക്കിയും കടന്നു പോവുകയാണ്. വരും വർഷം അത് സാധ്യമാകട്ടെ. പ്രപഞ്ചകാരുണ്യങ്ങൾ അതിനനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം അതിനൊപ്പം ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വയലാർ സാംസ്കാരിക വേദിക്ക് എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എനിക്കിവിടെ നൽകിയ ശ്രദ്ധയ്ക്ക് സ്നേഹാദരം നന്ദി പറയുന്നു. നന്ദി. മറുപടിക്കായി ശ്രീ ശ്രീജിത്ത് IPS സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഗോവിന്ദൻ മാഷ്, സുരേന്ദ്രൻ സാർ, ബാക്കി വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഗുരു പന്തളം ബാലൻ അവർകളെ, ഈ ഒരു വേദിയിലൊരു പോലീസുകാരന് പുരസ്കാരം തരുന്നത് നറാടിയാണെന്ന് തോന്നുന്നു. ഞാൻ പോലീസ് സേനയുടെ പേരിലുള്ള എൻ്റെ നന്ദി ഞാൻ നിശ്ചയമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പോലീസുകാർക്ക് ഒരു സാംസ്കാരിക പാരമ്പര്യം അനുവദിച്ചു തന്ന വയലാർ സാംസ്കാരിക വേദിയോട് ആദ്യമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയെല്ലാം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിലുപരിയായിട്ട് ഈ തരുണത്തിൽ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. എന്നെ സ്വാധീനിച്ച ഒരുപാട് പാട്ടുകൾ ഒരു കാലത്ത് നമ്മളൊക്കെ ഓർക്കാതിരുന്ന, ഞാനൊക്കെ ജനിച്ച് വളർന്നു വരുന്ന കാലത്ത് തന്നെ അദ്ദേഹം കാളിയാവിനേക്കുള്ളിൽ മറഞ്ഞുപോയി. എങ്കിലും എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. എത്ര ഉദാത്തമായ, അതായത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള സാംസ്കാരികമായ ഒരു അടിത്തറ കേരളത്തിൽ ഈ എന്താ പറയുക, ഈ ഭൂമി എല്ലാവരുടെയുമാണ് എന്ന് പ്രഖ്യാപിച്ച, ഭൂമി കർഷകൻ്റെയാണ്, കൃഷി ചെയ്തവൻ്റെയാണെന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കേരളത്തിൽ അതിനുവേണ്ട സാംസ്കാരിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വയലാറിൻ്റെ സംഭാവന എന്താണെന്ന് ചിന്തിച്ച് തീർക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റില്ല. അത്രത്തോളം പ്രാധാന്യമേറിയ സംഭാവനകൾ സാംസ്കാരികമായിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ കെട്ടിപ്പടുക്കുന്നതിന്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വളരെ ലിബറലായിട്ടുള്ളൊരു മലയാളി, ആ ലിബറലായിട്ടുള്ള മലയാളിയുടെ മനസ്സിൽ ആ സിരകളിൽ ഓടുന്ന ആ ചിന്താശക്തി, ആ സരണിയുടെ സാംസ്കാരികമായ പാരമ്പര്യവും അടിത്തറയും വയലാർ രാമവർമ്മ എന്നുള്ള മഹത്തായ വ്യക്തിയിൽ ഉറഞ്ഞു നിൽക്കുന്നു, ഊന്നി നിൽക്കുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് നിശേഷം മടിയില്ല, സംശയങ്ങളില്ല. ഇനിയും
നമ്മളിപ്പോൾ ഒരു മലയാളിയെ നമ്മൾ മലയാളിയായിട്ട് കാണുന്നതിന് വയലാർ ദേവരാജൻ ഗാനങ്ങൾ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ മലയാളിയായിട്ട് കാണുന്നത്. വയലാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ കുളിർ കൊള്ളാത്ത കോൾമയർ കൊള്ളാത്തൊരു വ്യക്തിക്ക് എങ്ങനെ മലയാളിയാവാൻ സാധിക്കുമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ച് വശം കെടാറുള്ളത്. പലപ്പോഴും നമ്മൾ കാണുന്ന നമ്മൾ ലോകത്തെമ്പാടും മലയാളിയുടെ പ്രശംസ നമുക്ക് കാണാം. ആ മലയാളിയുടെ മാനദണ്ഡം മലയാളിയാവുന്നു എന്ന് അറിയുന്നത് അവൻ്റെ സംഗീതബോധത്തെ അല്ലെങ്കിൽ അവൻ്റെ സാംസ്കാരിക ബോധത്തെ ഉണർത്താൻ സാധിക്കുന്ന കവിതകളും ഗാനങ്ങളും അവൻ്റെ ശക്തമായ വിശാലമായ ചിന്താഗതിയാണ്. നമുക്കിപ്പോൾ എല്ലാ സംസ്കാരങ്ങളെയും സ്വാംശീകരിക്കാനുള്ളൊരു മനസ്സ് ഉള്ളൊരു കേരളം. നേരത്തെ പ്രമോദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമുമല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് പറഞ്ഞ ആ കവിയുടെ ആ കവിത്വ ബോധത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള ആ ലിബറൽ ചിന്താഗതി നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുകയാണ്. ഈ ഭാരതം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എങ്ങനെ പോയാലും കേരളം എന്നുള്ള തുരത്തിലുള്ള ചിന്താസരണി വേറിട്ട് നിൽക്കുന്നു. അത് മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നതാണെന്നുമുള്ള ഒരു അടിസ്ഥാന ചിന്തയിൽ നിന്ന് ആണ് ഈ കവിയുടെ എല്ലാ സൃഷ്ടികളും ഉടലെടുത്തിട്ടുള്ളത്. അത് നമ്മളെ ഇനിയും മേൽക്കുമേൽ ശ്രേയസിലേക്ക് നയിക്കട്ടെ. ആ സമത്വബോധവും ആ വേർതിരിവില്ലാത്ത ചിന്തയും നമ്മുടെ സമൂഹത്തെ ഇനിയും മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ പുരസ്കാരത്തിനും ഈ ആദരവിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി തുടർന്ന് നടക്കുന്ന കലാപരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടിക്കായി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ പന്തളം ബാലൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാംസ്കാരിക സംഘടന തിരുവനന്തപുരത്തിൻ്റെ തിലകുറിയായി നിൽക്കുന്ന വയലാർ സാംസ്കാരിക വേദി എപ്പോഴും വിവിധമാർന്ന പ്രത്യേകതയാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ എന്നെ ആദരിക്കുവാൻ എനിക്ക് എന്ത് പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്ത് അർഹമായ കാര്യങ്ങൾ കിട്ടിയാലും പരിഗണിക്കുന്ന ഒരേ ഒരു സംഘടന വയലാർ സാംസ്കാരിക വേദി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്തു പറയും. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയപ്പോഴും മറ്റ് പല പുരസ്കാരങ്ങളിലും എന്നെ ഓർക്കുന്ന പ്രിയപ്പെട്ട വയലാർ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ മണക്കാട് രാമേന്ദ്രൻ ചേട്ടനും മറ്റ് എല്ലാ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ സംഗീതം കേൾക്കുമ്പോൾ സംഗീതം സാന്ത്വനമാണ്, സംഗീതം സത്യമാണ്, സംഗീതം ഒരു മരുന്നാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന എന്താ പറഞ്ഞ ഒരു ചിന്തയും ഒരു സ്പിരിറ്റും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഇന്ന് തന്നെയല്ല 4-5 ദിവസം വ്യത്യസ്തമായ ഗാനങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ദേവരാജൻ മാസ്റ്ററുടേതും രവീന്ദ്രൻ മാസ്റ്ററേയും ചേർന്നൊരു സംഗീത സന്ധ്യയാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അപ്പം ശ്രീ ശ്രീജിത്ത് IPS അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് പാട്ട് പറഞ്ഞു കൊടുക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹം എൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത മേഖലയിലുള്ള അവബോധം നമ്മൾ അറിയേണ്ടതാണ്. കാരണം കാക്കിക്കുള്ളിലെ കലാകാരനാണെങ്കിലും കലാകാരനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും സമൂഹത്തിനുണ്ടാകണമെന്നുള്ള, അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട ശ്രീ സാറിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇപ്പം ആലപ്പുഴയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം പരിപാടി നടത്താൻ പല കലാകാരന്മാർക്ക് സാധിക്കില്ല. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറയുകയാണ്, ഒരുപാട് കലാകാരന്മാർ ബുദ്ധിമുട്ടുകയാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇവരിലേക്ക് എത്തുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് കോവിഡ് വന്നപ്പോഴും ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ അനുഭവിക്കുന്ന കലാകാരന്മാരെ അവരെ സംരക്ഷിക്കുവാനുള്ള അവർക്ക് എന്താ പറയുക ഉണർവേകുവാൻ ഇത്തരത്തിലുള്ള വേദികൾ കാരണമാകും. അതിന് വയലാർ സാംസ്കാരിക വേദിക്ക് കൂടുതൽ ഉയരങ്ങൾക്ക് എത്തുവാൻ സാധിക്കട്ടെ. വരും വർഷങ്ങളിൽ നടക്കുന്ന 50ാം വാർഷികത്തിൽ നടക്കുന്ന പരിപാടികൾ നമുക്കെല്ലാം ചേർന്ന് തന്നെ വയലാർ എന്ന അതുല്യ കലാകാരനെ അല്ലെങ്കിൽ അതുല്യ കവിയുടെ മഹത്വം കൂടുതൽ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ഇത്തരത്തിലുള്ള സംഗീത സന്ധികൾ സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും എന്നെയും എൻ്റെ സംഗീതത്തെയും എക്കാലവും മന്ത്രിയായിരുന്നപ്പോഴും അതിനു മുമ്പും MLA ആയിരുന്ന കാലഘട്ടം മുതലേ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച വലിയൊരു വ്യക്തിത്വമാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഞാനത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ സർക്കാരിൻ്റെ പരിപാടികൾ അങ്ങനെ പാടാറില്ല. പാടിയിട്ടുണ്ടെങ്കിൽ അത് ഓണാഘോഷം മാത്രമാണ്. അപ്പോൾ അപ്പോഴെല്ലാം എന്നെ പരിഗണിച്ച പ്രിയപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ സാറിന് ചേട്ടനും പ്രിയപ്പെട്ട വയലാർ സാംസ്കാരിക വേദിയുടെ എല്ലാ മാന്യ വ്യക്തികൾക്കും അതുപോലെ തന്നെ എനിക്ക് ഈ പുരസ്കാരം തന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്കും കേരളത്തിൻ്റെ അഭിമാനമായ വ്യക്തിത്വമുള്ള നിലപാടുകളുള്ള ശ്രീ ഗോവിന്ദൻ മാസ്റ്റർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയമോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പ്രിയം നിറഞ്ഞവരെ, ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ സാർ,
കടകംപള്ളി സാർ, എത്രയും പ്രിയം നിറഞ്ഞവരെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ഞാൻ വലിയ സംസാരത്തിനൊന്നും നീടുന്നില്ല. പത്മതീർത്ഥത്തെ വയലാറിൻ്റെ പ്രശസ്തമായ പാട്ട് പത്മതീർത്ഥമേ ഉണരൂ എന്ന ആ പാട്ടും സ്മരിച്ചുകൊണ്ട് പത്മതീർത്ഥത്തിൻ്റെ കരയിൽ ഈ യോഗം വളരെ ഇന്നു മുതൽ വയലാർ ഉത്സവം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം സംഘാടനം നടത്തുന്ന മണക്കാട് രാമൻ ഒരിക്കൽ കൂടി അങ്ങേയറ്റം പ്രശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചടങ്ങിന് ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുവാനായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ വയലാർ രാമവർമ്മയെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു പ്രസംഗം നടത്തിയാണ് ബഹുമാന്യനായ ഗോവിന്ദൻ മാഷ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മാഷെന്നും അങ്ങനെയാണ്, ഏത് വിഷയവും നല്ലതുപോലെ പഠിക്കുകയും അത് തൻ്റെ വീക്ഷണകോണിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ. രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അതീതമായി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഇടപെടലുകൾ നടത്തുകയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. ഇന്നിവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ ഗോവിന്ദൻ മാഷിനെ ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകൾ, അദ്ദേഹം സത്യത്തിൽ അതിഥി എന്ന് പറയാൻ ഒക്കില്ല, അദ്ദേഹം ആതിഥേയനാണ്. നമുക്കെന്നും കൈത്താങ്ങ് നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാലത്തും മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴും എല്ലാ കാലത്തും നമുക്ക് എല്ലാ പ്രോത്സാഹനവും സഹായവും ചെയ്തു തരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്നിവിടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളെ ഞാൻ ആദരവോടെ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ സാർ, അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു. ഈ പരിപാടിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിയത്. നമുക്കെല്ലാ നേതൃത്വവും നൽകുന്ന രാജ്മോഹൻ സാറിനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ശ്രീജിത്ത് IPS, അദ്ദേഹം പോലീസ് ഓഫീസറാണെങ്കിലും നല്ലൊരു കലാകാരനാണ്, ഗായകനാണ്. എല്ലാ കാലത്തും നമ്മോടൊപ്പം നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ ശ്രീജിത്ത് IPSന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഭാരത് ഭവൻ്റെ മുഖച്ഛായ മാറ്റിയ വ്യക്തിയാണ് ശ്രീ പ്രമോദ് പയ്യന്നൂർ. കൂടുതൽ സാംസ്കാരിക സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരത് ഭവനിൽ കഴിഞ്ഞ 8 വർഷമായി ധാരാളം പരിപാടികൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് PhD ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ ഇവിടെ അനുമോദിച്ചു. ശ്രീ പ്രമോദ് പയ്യന്നൂരിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ശ്രീ പന്തളം ബാലൻ, അദ്ദേഹം അറിയപ്പെടുന്ന പിന്നണി ഗായകനാണ്. എന്നും നമ്മോടൊപ്പം നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന, ഗാനമേളകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. നമ്മളെല്ലാം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പിന്നണി ഗായകൻ ശ്രീ പന്തളം ബാലൻ അവർക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ശ്രീ വിജയകുമാർ, ശ്രീ ഗോപൻ ശാസ്തമംഗലം തുടങ്ങി ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആദ്യം ഗാനങ്ങൾ ആലപിച്ച, പ്രാർത്ഥന ഉൾപ്പെട്ട എല്ലാ ഗായികമാർക്കും ഗായകന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നിവിടെ ഗാനമേള ആരംഭിക്കുകയാണ്. ഗോവിന്ദൻ മാഷ് നമുക്ക് നല്ലൊരു ജോലിയാണ് തന്നിരിക്കുന്നത്. 6 ദിവസത്തെ പരിപാടി മാറ്റി അടുത്തത് 1 കൊല്ലം നടത്തണമെന്നാണ് മാഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും നല്ല ഒരു ജോലിയാണ് അദ്ദേഹം, നല്ല ഒരു ആശയമാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നിവിടെ എത്തിച്ചേരുകയും നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുകയും ചെയ്ത മാഷക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഗാനമേളയാണ്.
നൃത്തവും ഗാനമേളയും. താങ്ക് യു സർ.